നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം കുറേ ഇൻസ് ആൻഡ് ഔട്ട്സുകളുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല പിന്നീട് സംഭവിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളെ പോലീസുകാർക്ക് അറിയാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതവർ സെർച്ച് ചെയ്തിട്ടും അതുപോലെ തന്നെ പല നിരീക്ഷണ ഉപാധികളോ ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടെത്തും. അതാണ് പോലീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കൊച്ചിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായ നീരിറക്കം. ഒഴിച്ചിലും പിഴിച്ചിലും ഭയങ്കരമായി തുടരുന്നതിനിടയിൽ ഒരു സ്പാ കേന്ദ്രീകരിച്ച് ഒഴിച്ചിൽക്കാരൻ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ 8 പെൺകുട്ടികളടക്കം 12 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പെൺകുട്ടികളാണ് ഇവരെന്ന് പോലീസ് നിസ്സംശയം പറയുന്നുണ്ട്. ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട് പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിൽ ഇവർ പെടുന്ന 3 മാസം മുമ്പ് തുടങ്ങിയ നിരീക്ഷണത്തിൽ ഒരു സ്പാ കേന്ദ്രീകരിച്ച് മോക്ഷ സ്പാം എന്നാണ് അതിൻ്റെ പേര് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേന്ദ്രീകരിച്ചാണ് ഈ മാംസ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സ്പാ കേന്ദ്രീകരിച്ച് മാത്രം ഈ നീരിറക്കം കൂടുന്നവർ പോകുന്നത് എന്ന് പോലീസിന് സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. 12 പേരെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് നഗരത്തിലെ ഒരു വൻ ഒരു സംഘമാണ്. അപ്പോൾ ഇവർക്ക് ഇത് തന്നെയാണ് പണി. ഇങ്ങനെ സമ്പാദിച്ച് അത് ഈ മറ്റേ സ്പാ ഒഴിച്ചിൽ കേന്ദ്രത്തിൻ്റെ മറവിൽ പൈസ ഉണ്ടാക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത്. അന്യസംസ്ഥാനത്ത് പിന്നെ പറയുകയും വേണ്ട. നമ്മുടെ സംസ്ഥാനത്തും ഇതിന് വൻ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൊത്തത്തിൽ ആകെ കുളമായിരിക്കുക. പോലീസിന് നിരന്തരം പലതരം ഡ്യൂട്ടിയാണ്. അതിൽ പോലീസ് എന്തായാലും ശരി, അവർ കണ്ടുപിടിച്ചു. അതിനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അവരുടെ ജോലി അവർ ഭംഗിയായി ചെയ്യട്ടെ എന്നാണ് നമ്മൾ ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം. ഇത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംഘാംഗങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളൊക്കെ ഉൾപ്പെടാൻ യാതൊരു പണിയുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, 3 മാസമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഈ സിറ്റിയിലുള്ള ഈ പിന്നെ ഒഴിച്ചിൽ കേന്ദ്രം. ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപക്ഷെ പല മയക്കുമരുന്ന് സംഘങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഭയങ്കര രഹസ്യമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളുടെ ഇൻസ് ആൻഡ് ഔട്ട്സുകളാണ് പോലീസിന് തേടുക. അപ്പോഴാണ് അവർക്ക് പ്രമോഷൻ എന്നതൊക്കെ സാധ്യമാകുന്നതും അതുപോലെ ഇവരെ അവാർഡ് കിട്ടുന്നതും ഒക്കെ തന്നെ. ഇത്തരം സംഘങ്ങൾ വന്നു ചേരുന്നത് ആരും തന്നെ അറിയില്ല. അവരുടെ മുഖഭാവത്തിൽ നിന്നോ അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ ഒന്നും തന്നെ മനസ്സിലാവില്ല. അതൊരു ഭയങ്കര ഒരു നെറ്റ്വർക്കിംഗ് ശൃംഖലയായിരിക്കും. അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പെൺകുട്ടികളെ ഇവർക്ക് കിട്ടില്ലല്ലോ. ഇപ്പോൾ പിടിച്ചു നോക്കുമ്പോൾ പുറത്തു നിന്നുള്ള പെൺകുട്ടികളാണ് അധികവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരങ്ങളിലും മറ്റും ധാരാളം ഉണ്ട് ഇപ്പോൾ ഒഴിച്ചിൽ കേന്ദ്രങ്ങൾ.
ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഭയങ്കരമായ ഒരു എളുപ്പവഴിയാണ്. ഇതിൻ്റെ മെയിൻ ഉസ്താദായിരുന്നു അബൂജഹൽ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. മക്ക കേന്ദ്രീകരിച്ചായിരുന്നു അയാളുടെ ഈ പരിപാടി. അത് റസൂലാണ് ഇല്ലാതാക്കിയത്. എന്തായാലും ശരി, ഇവിടെ ഇതൊക്കെ മാറേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിന് ഒരു നല്ല സമൂഹമായി മാറി ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതൊന്നും ഒരു രുചികരമായ പരിപാടിയല്ല. ഇത് മുംബൈ തെരുവൊന്നുമല്ല, അല്ലെങ്കിൽ മുംബൈ പോലത്തെ ഇതല്ല. അതേപോലത്തെ സെറ്റപ്പായിട്ടാണ് വരുന്നത്. കോഴിക്കോട്, അതുപോലെ ഈ കൊച്ചി ഒക്കെ എന്നറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം ഒരു പിടുത്തം ഇത് ആദ്യമായിട്ടാണ്. ഒരു വലിയ ഒരു പിടുത്തമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ എരുമേലി സ്വദേശിയായിട്ടുള്ള പ്രവീൺ എന്ന ആളാണ് അതിൻ്റെ മെയിൻ പ്രതി. ഇയാളുടെ അക്കൗണ്ട് പരിശോധിക്കുകയും ഇയാൾക്ക് എത്രമാത്രം അക്കൗണ്ടുമായി ബന്ധമുണ്ട്, ഇയാളുടെ അക്കൗണ്ടിൽ എത്രമാത്രം പണം വരുന്നുണ്ട് എന്നൊക്കെ നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക്, ഒരു റിസൾട്ടാണ് പോലീസിന് ലഭിച്ചത്. അതായത് 1 ഞാൻ പറയാം 68 എന്നാണ് കാണിക്കുന്നത്. അതായത് 1,68,00,000 രൂപ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിൽ ഉണ്ട്. അതിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്, ഇയാൾ പോലീസ് വലയത്തിലുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒഴിച്ചിൽ കേന്ദ്രങ്ങൾ ധാരാളമായിട്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നിങ്ങളിലൂടെ, നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും മദ്യശാലകളും ഉയർന്നു വരുന്നുണ്ട്, ഇതുപോലുള്ള ക്യാമ്പുകളും ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ചൂതാട്ടങ്ങളും ഒക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഈ എത്രയോ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇനിയും പറയാനുണ്ട്. അത്തരം വാർത്തകളുമായി നമ്മൾ വീണ്ടും വരുന്നത് വരെ ഇപ്പോൾ ഇതിവിടെ നിർത്തുകയാണ്. കാരണം ഇത് നമ്മളാരും പറഞ്ഞാൽ മാറുന്നൊരു സുഖക്കേടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളൊരു സംഭവങ്ങളാണ്. ഇത് മനുഷ്യൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് ഇത്രമാത്രം ഒരു നഗരത്തിലൊക്കെ കൊടുത്തിട്ട് ഇത്രമാത്രം തെമ്മാടിത്തങ്ങളൊക്കെ ചെയ്യുന്ന ഒക്കെ രഹസ്യ കേന്ദ്രങ്ങളിലൊക്കെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്, പല രാജ്യത്തും പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സിറ്റിയിൽ തന്നെ ഇത് പോലീസിനെ പച്ചവെള്ളമാക്കിക്കൊണ്ട് ഇങ്ങനെ നടത്തി എന്ന് പറഞ്ഞപ്പോൾ പോലീസിനും അതിന് നല്ലൊരു ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നൊരു ജിജ്ഞാസ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഇടപെട്ടിട്ട്, അവിടെയുള്ള പോലീസ് ഇടപെട്ടിട്ട് അത് പിടികൂടുകയും ചെയ്തു. വളരെ നല്ല കാര്യമായി എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈനിലായിട്ടുള്ള ഫോൺ വിളി അതുപോലുള്ള ഇതിലൊക്കെയാണ്, ഈ ട്രാപ്പുകളിലാണ് പെടുന്നത്. പിന്നെ വേറൊരു കാര്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ജനങ്ങളിൽ നിന്ന് മെയിനായിട്ട് ഇത്തരം പെൺകുട്ടികളൊക്കെ പല ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്ത് പോവുകയും പിന്നെ പല ആളുകളുടെയും ട്രാപ്പിൽ പെടുകയാണ് സാധാരണ പതിവ്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല, കൂടുതൽ ന്യൂസൊന്നും കിട്ടാൻ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. മനോരമ ന്യൂസ്, ഓൺലൈൻ ന്യൂസിലാണ് ഇത് കാണുന്നത്. എന്തായാലും ശരി, നമ്മൾ വളരെ അധപതിച്ച ഒരു കാലഘട്ടത്തിലാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയൊക്കെ പൈസ ഉള്ള സ്ഥലത്ത് മാത്രമേ പൈസ നിൽക്കുന്നുള്ളൂ. ഈ പൈസ ഗ്രാമാന്തരങ്ങളിലേക്ക് ചെല്ലുന്നില്ല. പലർക്കും വീടില്ല, പലർക്കും വിദ്യാഭ്യാസത്തിന് വകുപ്പില്ല. പിന്നെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 100 രൂപ വാങ്ങിയാൽ 110 രൂപ കൊടുക്കണം. ഇത്തരമൊക്കെ ഒരു ജാതി സിറ്റുവേഷനിലാണ് ഇത്തരം സംഭവങ്ങൾക്കൊക്കെ പെൺകുട്ടികൾ ഇറങ്ങി വരുന്നത്. പിന്നെ വീടുകളിൽ അവരെ നോക്കാനും ശുശ്രൂഷിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടായിരിക്കും ആ കുടുംബം കഴിയുന്നത് എന്നൊക്കെയാണ്. അത് നമുക്ക് മതം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട്
ഇത്തരം കാര്യങ്ങളൊക്കെ മതം നിഷേധിക്കുന്നുണ്ട്. അതായത് മതം എന്ന് പറയുന്നതിൽ നിന്നാണ് നിയമം ഉണ്ടായത്. യേശു ക്രിസ്തു ഒരു യാത്ര ചെയ്യുമ്പോൾ ഈ വ്യഭിചരിച്ച ഒരു പെണ്ണിനെ എല്ലാവരും കൂടി കല്ലെറിയുന്നത് ഇസ്രയേൽ വെച്ച് കണ്ടു. എന്താ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ച സമയത്ത് നിങ്ങളാരാ ചോദിക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഇത് ഇവിടുത്തെ കാലാകാലങ്ങളായിട്ടുള്ള പഴയ നിയമമാണ് എന്ന് പറഞ്ഞു. എന്താ നിയമം, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ച പെണ്ണിനെ കുഴിയിലിറക്കി നിർത്തി എറിഞ്ഞ് കൊല്ലലാണ് അവിടുത്തെ പതിവ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവർക്ക് നമ്മുടെ നിയമം ഉദ്ദേശിക്കുന്ന പോലത്തെ ശിക്ഷ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ശരി, അന്ന് യേശുക്രിസ്തു അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, ഇത് സ്ത്രീയാണ്, പുരുഷനല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ അബലയാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കാം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നും ഇന്നലെയല്ല സ്ത്രീയും പുരുഷനും ഉണ്ടായത്. അതുകൊണ്ട് ഈ നിൽക്കുന്ന കൂട്ടങ്ങളിൽ എല്ലാവരും കല്ലെറിയുമ്പോൾ അവരുടെ ദേഹത്ത് കൊണ്ട് രക്തം പൊടിയുന്നതും ദേഹം പൊട്ടിപ്പിളരുന്നതും അട്ടഹാസങ്ങളോ അലർച്ചകളോ ഒക്കെ ആസ്വദിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മുമ്പ് തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് എങ്കിൽ അവർ മുന്നോട്ട് വന്ന് കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇതിനർത്ഥം തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല എന്നാണ്. പക്ഷേ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈസാ നബിക്ക് അപ്പോൾ നിർവചിക്കാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ കഴിയില്ല. പക്ഷേ അവരുടെ ആത്മാവിനോട് ചോദിച്ചിട്ട് വേണം എന്തും ചെയ്യാം എന്നാണ് യേശു പറഞ്ഞത്. നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ പ്രവാചകനും വന്നത്. അപ്പോൾ ഈ യേശു എന്ന പ്രവാചകൻ, അതായത് ഈസാ നബി പറയുക, അതിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിഞ്ഞോട്ടെ എന്നാണ്. അപ്പോൾ പുരാതന കാലത്ത് തന്നെ ഈ വ്യഭിചാരം എന്നുള്ളത് തെറ്റായ രീതിയിൽ കാണുന്ന ഇതാണ്. ഇവിടെ വ്യഭിചാരം തെറ്റായിട്ട് ഈ ഇന്ത്യൻ നിയമം വിവക്ഷിക്കുന്നില്ല. കാരണം ലൈസൻസോട് കൂടി ചെയ്തോളാൻ ഓർഡറുണ്ട്. ഇതിപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് സംഭവം നടക്കുന്നത്. അതാണ് ഇങ്ങനെ റെയ്ഡ് ചെയ്ത് പിടിക്കാൻ കാരണം. ലൈസൻസ് കേന്ദ്രങ്ങളും അനുവദിച്ച് കൊടുക്കുന്നുണ്ട് ചില നഗരങ്ങളിലും അതുപോലെ സ്ഥലങ്ങളിലൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കറിയില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അത് സംഭവിച്ചപ്പോൾ ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുന്ന നീതി തന്നെ അവർ ചെയ്യുന്ന അതേ തെറ്റ് തന്നെയാണിത്. പക്ഷേ ഇത് വെളിപ്പെട്ടത് മൂലം കല്ലെറിയുക എന്നുള്ളത് ന്യായമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഈ കല്ലെറിയുന്നവരൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് ഹദ്ദെറിഞ്ഞ് കൊല്ലൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അറബി നാട്ടിലേക്കും വ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇങ്ങനെ ഈ ഹദ് എന്ന വാക്ക് തന്നെ വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, അതുപോലെ അതിലുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിലൊക്കെ എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുണ്ട്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.